എൻ്റെ പേര് മെലിന സുജിത്ത്. ഇതാണ് എൻ്റെ സ്കിന്ന് കണ്ടെത്തിയത്. ഓക്കെ, ഞാൻ ഇപ്പം ഹാർഡ്കോർ കളിക്കാൻ ശ്രമിക്കുക. ഞാൻ ടെസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചപ്പം എൻ്റെ അനിയത്തി ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. കളിച്ച സമയത്ത് അവൾ കളിച്ചപ്പം ആളല്ല മരിച്ചു. ഇപ്പം പോയി 2-3 ഡയമണ്ട് കിട്ടി. അതേ സീഡിൽ തന്നെ ഞാൻ ഇന്നും ട്രൈ ചെയ്യാൻ പോവാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മളുടെ ലെസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡയമണ്ട് ആർമർ അല്ലെങ്കിൽ അയൺ ആർമർ കിട്ടണം. ആകുന്നത്രയും ആർമറും ഫുൾ എൻചാൻറ്റഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പൊളിയായിരിക്കില്ലേ. ഇതിൻ്റെ സീഡിൻ്റെ അടിയിലാണെന്ന് തോന്നി എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഫുൾ നെതറൈറ്റും എല്ലാത്തിനും കൂടി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ പോയി വാറിനാണ് പോയി തോണ്ടായിരുന്നു. എല്ലാവർക്കും വാറിന് ഇഷ്ടമാണ്, അറിയാമല്ലോ. ആർക്കും വാറിന്, എനിക്ക് വാറിനെ ഭയങ്കര പേടി. അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് വാറിനെ ഭയങ്കര പേടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എനിക്ക് ഈ വാർഡനായിട്ട് ഭയങ്കര വലിയൊരു ബന്ധമുണ്ട്. അറിഞ്ഞൂടെങ്കിൽ പറയാൻ ഈ ഗെയിമിൽ തന്നെ ഏറ്റവും എനിക്കിഷ്ടമല്ലാത്ത മോബ് ഈ വാർഡനായിരിക്കും ഇഷ്ടം. കാരണം ഈ വാർഡ എന്നെ കുറേ തോർച്ചെടുത്തു. എനിക്ക് വാർഡനൊക്കെ എന്നെ എത്രയൊക്കെ പോയിട്ടുണ്ട് പറയാം. എനിക്ക് പണ്ടൊരു വേൾഡ് ഉണ്ടായിരുന്നേ. ആ വേൾഡിൽ എനിക്കൊരു നെതറൈറ്റ് സെറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഫുള്ള് ഇതും ആ വാർഡ് എന്നെ കൊണ്ടൊക്കെ പോയി. പോകാൻ പറ്റിയില്ല, പേടി. ഞാൻ എന്നെ പോയിട്ട് ഫുൾ സെറ്റ് ഓഫ് നെതറൈറ്റ് ആർമർ ഉണ്ടാക്കി. എനിക്ക് ഒന്നല്ല 2 ഇനം സൈലൻസറും ആ വേൾഡിൽ തന്നെയാണ് ഞാൻ എല്ലാ ആർമറത്തിനും കണ്ടുപിടിച്ചത്. വീടായിട്ടൊന്നും ഇട്ടത്തില്ല. ആ വേൾഡ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പറ്റിയെന്ന് വെച്ചാൽ ആ വീഡിയോ എടുക്കണ അതെന്താ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അത് വിട്ടേക്ക്. ഇനി കുറച്ചും സ്റ്റോൺ കിട്ടിയില്ലെങ്കിൽ ഇത് സ്റ്റോൺ ദിവസമല്ല, ഇതട മതിനാണ് തോന്നുന്നത്. അവിടെ പോയി എനിക്ക് സ്പെയർ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റാം. യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ കാര്യമൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതെന്തോന്ന് എഴുതി കാണിച്ചിരിക്കുന്നത്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത്രയൊക്കെ മതി എനിക്ക് തോന്നുന്നു. കുറച്ച് ഫുഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകണം. അങ്ങനത്തെ വില്ലേജിലേക്ക് പോകണം. അങ്ങോട്ട് വില്ലേജിൽ കുറച്ചുകൂടെ സ്റ്റോൺ കിട്ടി എനിക്ക് പോകാം. 2-3 സ്റ്റാക്ക് വുഡ് കൊടുക്കും. ഡാർക്ക് വോക്ക് വുഡ് ഭയങ്കര ഇഷ്ടം. ഓക്കെ, നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ഇഷ്ടമുള്ള വുഡ് ടൈപ്പ് ഏതാണെന്ന് കാണുകയാണെങ്കിൽ. അതേപോലെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ആർക്കും എൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വുഡ് ഡാർക്ക് വോക്കാണ്. ഏറ്റവും ഇഷ്ടമുള്ള ബയോമ് എന്തോന്ന് തൈക നോർമൽ തൈക ഉണ്ടല്ലോ, 4 ബ്ലോക്കുള്ള ഇതാവാത്ത നല്ല ഇത് ആംബിയൻസൊക്കെ ഉള്ള വില്ലേജില്ലാത്ത. ഞാൻ പേഴ്സണൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണെന്ന് വെച്ചാൽ 1000 days only stone tools, not iron. അത് ഞാൻ ഒട്ട ആർമർ പോലും ഉണ്ടാക്കി ഇട്ടിട്ടില്ല. ആ വേർഡൊക്കെ പണ്ട് ഉള്ളത്. ഇപ്പോൾ ഞാൻ കളിക്കണില്ല. ആ വേർഡൊക്കെ മറ്റേ അക്കൗണ്ട് ഇതേപോലെ സോംബി എൻ്റെ അത്തേനെ ആനമല വരും.
സോമ്പിളൊന്നും പേടിയാണ് ഇല്ലേ. ഈ സ്പൈഡറും ബേബി സോമ്പി ഉണ്ടല്ലോ, സീനാണ്. എന്തോടെ റെക്കോർഡിങ്ങിലല്ലേ ഞാൻ കുഴപ്പമില്ല. ഇന്നത്തെ ലെസ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം 1-2 മണിക്കൂറിൻ്റെ വീഡിയോ കാണും. എന്നാലും അത്ര കിട്ടുവാണെങ്കിൽ തന്നെ ഒരു ഹ്യൂജ് ഫ്ലസ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ എത്ര കിട്ടി? 2 സ്റ്റാക്ക് എടുക്കാം. അല്ല, ഇനി അങ്ങോട്ട് പോയിട്ടൊരു ബേസ്, ആ ബേസ് മെയിനിൽ ഡാർക്ക് വർക്കായിരിക്കും. അതേപോലെ എപ്പോഴും 2-3 സ്റ്റാക്ക് ബ്ലോക്ക് സിൽക്ക് നല്ലത് കിട്ടാറ്. അല്ലെങ്കിൽ വല്ല മോബ്സിൻ്റെ അടുത്തിനൊക്കെ രസപ്പെടാനൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ കുഴി ഒഴുക്കണ കാരണം യൂസ് ചെയ്യണം ബ്ലോക്ക് സ്പാൻ ചെയ്ത്. സ്കെൽറ്റൻസ് ആണെങ്കിൽ എന്ത് പാർട്സ് നിങ്ങളുടെ കൊടുക്കും. നിങ്ങളെ വിതറിന് വെട്ടറൊക്കെ ഇടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ട്, ഭയങ്കര പൊട്ടം. എനിക്ക് തോന്നി ഏറ്റവും സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽ കൊല്ലാനുള്ളത് വെള്ളത്തിൽ പോകുക, ഒബ്സിഡിയൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, ഒരു ട്രൈഡുണ്ടല്ലോ ട്രിത്തയിൽ നിറഞ്ഞൊരു വെളിച്ചമുണ്ട്, ഒരു ഇമ്പേലിങ്. മഴയുള്ള സമയത്ത് നല്ല ഡാമേജ്. ബെഡ്റോക്കിൽ വെള്ളത്തിൽ തട്ടുന്ന എന്തിനും ഡാമേജ് കൊടുക്കും. ഇമ്പേലിങ് വെച്ചാൽ ഇമ്പേലിങ് 5. അതേപോലെ നമ്മൾ ഈ റിട്ടൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ട്രൈഡൻറ്റിന് ബെഡ്റോക്കിൽ എത്ര നാളെ നോട്ടീസ് ചെയ്തിട്ടില്ല, ഇനി ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഹെൽത്ത് എടുക്കത്തില്ല. ജാവലിൻ എല്ലാം ഹെൽത്ത് എടുക്കാൻ ബ്രേക്കിംഗ് 3 ഉണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് എന്ത് ട്രൈഡനിലൊന്നും ഞാൻ അൺബ്രേക്ക് കമൻറ്റിങ്ങൊന്നും ഇടാറില്ല. ഞാൻ പറഞ്ഞ പോലെ വെതറിനെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ യാത്രയാവരായി. എൻ്റെ ബാഗ് കുറച്ചും കൂടെ മതി. ബാഗ് നെതറുമായിട്ട് ആകുമ്പോൾ തോട്ടംസൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ എല്ലാം കൈ ഒരു ഹോയും കൂടെ ഉണ്ടാക്കി. ഇതിനാണ് അതിലും കൂടെ കൊടുക്കുന്നത്. ഞാൻ എല്ലാം ഇതേപോലെ ആക്കത്തില്ല കേട്ടെ. എങ്ങോട്ടായിരുന്നു? അങ്ങോട്ട്. ഇവിടെ ഉള്ളിൽ മാക്സിനും ഉണ്ട്. ഇവിടെ അതുകൊണ്ട് ഒരു ചിക്കൻ്റെ ഒരു കോഴിയുടെ കറയാറാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഹോൾട്ടുകളുണ്ട്. എൻ്റെ ഈ ഒരു വേൾഡിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 days സർവൈവ് ചെയ്തു. അതും ഹാർഡ് കോറിൽ കോൾ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ബ്ലോക്ക് പ്ലേസ് ചെയ്ത് എൻ്റെ വണ്ടി കൊടുക്കുന്ന നല്ല വിട്ട് രസജൻ. നിങ്ങൾക്കറിയാമോ ഇതിനെ കഴുതേനെ മലയാളത്തിൽ രസധനീനും പറയും. സംഭവിച്ച് ഞാൻ എന്നിട്ട് പരീക്ഷയ്ക്ക് അത് മാത്രം എൻ്റെ തലയിലുണ്ട്. ഈ ആക്സിഡന്റ് ഭയങ്കര ഡാമേജ് കൊടുക്കും കേട്ടോ. ആളെത്ര ഡാമേജ് ഉണ്ട്.
5 പക്ഷെ ചാവേലി 7 ഉണ്ട് 8 ഉണ്ട് കംപ്ലീറ്റ്. ഓക്കെ അവസാനം വില്ലേജിലെത്തി. രാത്രിയാണ് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അല്ല എൻ്റെ വീട്ടിൽ പോകുക, ബെഡ് മോസ്റ്റ് ചെയ്ത് അത്ര സിമ്പിള്. ഇനിയും അയൺമാൻ ആയിക്കോ. അയൺ ഗോളത്തിന് തട്ടണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇനി തട്ടണില്ല. എന്താ പറഞ്ഞ ഗുണ്ടകൾ മിനിമം ഒരു സീഡെങ്കിലും ഉണ്ടാക്കിയിട്ട് പോകണമെങ്കിൽ തട്ടിപ്പോകും. നമ്മുടെ കുറച്ച് കഴിയുന്നുണ്ട്. സ്മെൽറ്റിയിലിട്ട് ഉയർച്ചയില്ല. വേണമെങ്കിൽ അയ്യങ്കോളത്തിന് തട്ടാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അയ്യങ്കോളത്തിന് തട്ടം നോക്കി എന്നെ പിടിച്ച് തട്ടും. സത്യം ഒരു ഫർണസ് ഉണ്ടാക്കുകയാണ്. പ്ലേസ് ചെയ്യുക, ജനിക്കുക. ആ ഓക്കെ അതൊന്നുമില്ല, ചുമ്മാ വിളിച്ചത്. ഓക്കെ എന്താ വന്ന് അതൊന്നുമില്ല, അങ്ങോട്ട് വേണ്ട. ഡേഞ്ചർ ആയ എന്ത് വന്നു ഹാഫ് 2 ഹാർട്ട് പോച്ച്. സ്പ്രിൻറ്റും ചെയ്യാനും പറ്റില്ല. അയ്യോ നേരെ കുടിച്ചപ്പോഴത്തേക്ക് നോടാൻ പറ്റിയെന്നേ കൊള്ളു. കയറത്തിരിക്കട്ടെ, ചാവണ്ടല്ലോ. എന്നെ ഹോസ്പിറ്റൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഹാർഡ് കോറിൽ ചെയ്യേണ്ടത് അയ്യോ ചത്ത്. കുഴപ്പമില്ല, എനിക്കറിയാം എന്നെ സംഭവിക്കത്തുള്ളതാണ്. സെക്കൻഡ് ട്രൈ. അതിൻ്റെ 13 മിനിറ്റ് ആയില്ലേ. ഞാൻ സെക്കൻഡ് ട്രൈ. എനിക്ക് സീഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ചാനലാണെങ്കിൽ എടുത്ത് ഇനി എന്ന് വെച്ചാൽ പണി കുറേ. ഇനി എന്തോന്നുണ്ടാക്കണം. ഇനി നമ്മൾ ചെയ്ത് എനിക്ക് തോന്നുന്നു നേരെ വില്ലേജിലേക്ക് പോകണം തന്നെയാണ് സേഫ്റ്റി. അല്ലെങ്കിൽ പോകണം എൻ്റെ ലെസ്സൺ പറഞ്ഞാൽ ഞാൻ കോർഡിനേറ്റ് ഒക്കെ ഓൺ ചെയ്തിടാം. നിങ്ങളോട് അറിയാതെ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. കോർഡിനേറ്റ് ടൈൽ ലൈറ്റ് സൈക്കിൾ മിനിമം ഇതെത്ര മണിക്കൂറിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല. മിനിമം എനിക്ക് ഡയമണ്ട് അറിയില്ല. അല്ലെങ്കിൽ നട്ടാൻ്റെ പോണ്ടേ.
മിനിമം ഡയമണ്ട് ആരംഭം വേണം, അല്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ എനിക്ക് ചാവണ്ടത്. എത്രാമത്തെ ട്രൈയാണ് അറിയാം. എനിക്ക് ഇത് വന്ന് 1000 ഡേയ്സ് പറ്റിക്കും. എന്നെ ഭയങ്കര ആഗ്രഹമാണ് 1000 ഡേയ്സ് ഹാർഡ് കൊടുക്കാൻ. എത്തിയിട്ട് ഞങ്ങളുടെ അടുത്തത് അവസാനം വില്ലേജിലെത്തി. ഇതൊരുമാതിരി സ്പീഡ് റണ്ണ് പോലെ തന്നെയാണ്, പക്ഷെ ചാർജ് കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ 10ാമത്തെ ട്രെയിൻ തോന്നുന്നു. ഇതൊരു ടൈപ്പ് സ്പീഡ് റണ്ണിങ് തന്നെയാണ്. പക്ഷെ ഇനിയല്ല പ്രശ്നം അവനെ തട്ടുക. അങ്ങോട്ട് പോകണ്ട, എന്തായാലും സ്ഥലം ഹേഡെടുക്കാം. നീ ഹേഡെടുക്കണമെങ്കിലും പണിയാണല്ലോ, അങ്ങോട്ട് പോകേണ്ടത് കൊണ്ടാരും എത്തി. പിന്നെ ആർമറൊക്കെ സെറ്റാക്കിയിട്ട് പോലെന്ന് വെച്ചാൽ പിന്നെ പ്രശ്നം ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, തോന്നിയത് നമുക്ക് ഞാനേ കുറച്ച് ഫാനിൻ്റെ കണ്ണത്തിൻ്റെ അടുത്ത് നോസ്റ്റിക്ക് വ്യത്യാസം എല്ലാ ആർമറും പോട്ട് അവസ്ഥയായി. ഞാൻ കാണിക്കണം ഇങ്ങനെയൊക്കെ കളിച്ചോടനാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കളിക്കാനില്ല, ബെഡ് എടുത്തില്ല. ഇനി നമ്മൾക്ക് ഇങ്ങോട്ട് പോകണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതൊക്കെ ടൈം ലിമിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ്. അല്ലടേ, എനിക്ക് വേറെ ഡൗട്ട്. ഇവിടെ തൈക്കുണ്ടല്ലോ ഫേവററ്റ് ബൈ. അതെനിക്ക് അറിഞ്ഞൂടെ. തൈക്കുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ മഷ്റൂംസ് അത് ഒരു നല്ലൊരു ഫുഡ് സോഴ്സ് തന്നെയാണ്. എത്ര ഗെയിമല്ല, ഇത് നോർമൽ തൈക്കില്ല. ഡേഞ്ചർ ബെഡ് ഉണ്ടെന്നുള്ളതിലാണ് പോകുന്നത്. ഇവിടുത്തെ സ്ട്രോങ്ങുകളൊക്കെ എവിടെയാണ് നിൽക്കണമെന്നുള്ളത് എനിക്കറിയാം, നോക്കിയിട്ടില്ല. ഇത് പപ്പി ഉണ്ടെങ്കിൽ മിനിമം ഒരു പിക്ചേഴ്സെങ്കിലും ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ ടൂൾസ് ആക്കാം. റാസ്റ്റിൻ്റെ ഈ സ്പീഡ് മാനുവലായിട്ട് ബ്ലോക്ക് പേസ് ഒക്കെ ചെയ്യണമെന്ന് പറയണത്. ഇപ്പോഴത്തെ പ്രശ്നം എനിക്ക് ഞാനിത് ഇതെല്ലാം കൂടെ ചത്ത് കഴിഞ്ഞാൽ ഞാൻ സർവൈവൽ ഉള്ളതായി കാണിക്കുക. നേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്ന സ്പെക്ടാക്കിലൊക്കെ കാരണം നല്ല ചിപ്സ് കൊടുത്തിട്ടുണ്ട്. കാര്യം ചില ഒരു പ്രാവശ്യം ക്രിയേറ്റീവ് മോഡ് അധികം യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ എൻ്റെ സാധനം മൊത്തം എത്ര 8 വയസ്സിൻ്റെ ടൈമിൽ അധികം പോകാത്ത വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും
പോയിട്ടൊരു പിക്കേഴ്സ് എന്നിട്ടൊക്കെ ഓപ്പൺ ചെയ്യണം. പിക്കേഴ്സ് എന്നെ വിശ്വസിക്കില്ലേ? എന്നാലും രസത്തിനൊക്കെ അറിയാം. ഞാൻ 1 വർഷമായി കളിക്കാൻ ഉള്ളത് കൊണ്ടാണ് കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എല്ലാം ശ്രമിക്കാനൊക്കെ എന്തോ ഒരു കാര്യം. ഈ ബെഡ്റോക്കായത് കൊണ്ട് നമ്മൾ നല്ലതുപോലെ കളിച്ചാലും പ്രശ്നമാണ്. നമ്മൾ നല്ലതുപോലെ കളിക്കണം എന്ന് പറഞ്ഞ് എൻഡർ ഡ്രാഗനൊക്കെ സ്പോണാവാൻ ചാൻസ് പറയാൻ പറ്റില്ല. ബെഡ്റോക്കാണ് ഇവിടെയൊക്കെ സ്പോണായി നിൽക്കാൻ. ബെഡ്റോക്ക് എനിക്ക് കളിക്കാൻ പറ്റുന്ന ഒരേ ഒരു ദിവസം കാരണം എനിക്ക് എന്താ വാങ്ങിച്ചിട്ടുണ്ട്. നല്ലതുപോലെ വർക്കിനുള്ള അപ്പോൾ ബാനിങ്ങുള്ളതിൽ എനിക്ക് ഭയങ്കര അവസരം കളിക്കുക. ഞാൻ രാവിലെ ഡീസനെ എൻ്റെ ലെസൺ പറഞ്ഞാൽ ഈ ഒരു വർഷം കഴിയുന്ന സമയത്ത് 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഞാൻ 12 വയസ്സായത് ആക്കി സെറ്റ്. ഉണ്ടാക്കാൻ പറ്റൂല. വില്ലേജിലേക്ക് പോകാം. കിട്ടി, ഫുഡ് കിട്ടി. ഇന്ന് വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഇവിടെ അങ്ങോട്ടേക്ക് ഫുഡാക്കാം. ഇത് 0 മോഡ് വലിയൊരു പേ ഉണ്ട്. പിന്നെ പോകാം. എനിക്ക് തവണ ഡയമണ്ട് സ്ഥിരമായി കിട്ടും. പക്ഷെ അറിഞ്ഞിട്ടെങ്കിൽ പറയാം. പണ്ടിട്ട് ബിസിനസ് മൈനിങ് തന്നെയാണ്. പക്ഷെ എനിക്ക് ഒരു വർഷം ആയിട്ട് കളിക്കുന്ന വേൾഡുണ്ട്. ആദ്യം പറഞ്ഞില്ലേ പോയി. ഇത് ഗ്ലോബറൈസിലല്ലേ ഈ സാധനം കുറെ കിട്ടി. എനിക്കാണ് ഇത് കുറച്ചൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. ഇത്രയും വരെ ഇതായിരുന്നു ലൈഫ് കണ്ടെത്തില്ല. എന്താടാ ഇത്? ഒരു പ്രാവശ്യം കിട്ടിയത് തന്നെ. ഇതുകൊണ്ട് ഗ്രോ ചെയ്ത് വെയിറ്റ് ചെയ്യാൻ നിന്നാൽ നടക്കും. ആൾക്കാരൊന്നും ഉറങ്ങുക തന്നെയാണ് ബെറ്റർ.
ഇതങ്ങ് തീരും. സോംബി 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 ഓടിയൊക്കെ ഇതാണ് പറഞ്ഞു. എൻ്റെ ഓട്ടത്തിൽ അത്ര നിൽക്കത്തില്ല. അവിടെ വേറെ ഒന്നും ഇല്ല. എന്നിട്ടാണ് ഇല്ല നല്ല ഇവിടെ ഏത് സാധനം കിട്ടും. ഇനിയുള്ള ക്യാമറ അതുകൊണ്ട് ഇനി ഒരു കമ്പ്യൂട്ടർ ഒക്കെ എടുത്തിട്ടുണ്ട്. പി എസ് സിൻ്റെ ഒന്നും ഞാനിത് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ലാപ്ടോപ്പ് ആയാലും മതി. ഇപ്പോൾ എത്ര ഉണ്ടാകുന്നില്ല. രണ്ടെടുക്കുക, സ്റ്റിച്ച് ചെയ്യുക, പറക്കുക. ഞാൻ എപ്പോഴും ബ്ലോക്ക് കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ട് കാര്യം. അതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ചത്ത് കഴിഞ്ഞാൽ നമ്മുടെ വേട് തിരിച്ചു കിട്ടത്തില്ല. അറിയാണെങ്കിൽ പറഞ്ഞു തരും. എന്തിനേലും കേട്ട് കാണുമ്പോൾ തന്നെ പേടിയില്ല. എൻ്റെ അകത്തേക്കൊക്കെ പോയ ഡെത്ത് സോറാണ്. അതുണ്ട് രാവിലെ അവിടെ വേണ്ട റിസ്ക് എടുക്കണ്ട. ലോങ്ങസ്റ്റ് റൺ വെച്ചാൽ ഇതാണ്. എത്ര ദിവസം 2 or 3 മൈക്രോസിലെ ഹാർഡ് കോർ സർവൈവ്. അതിൻ്റെ കൂടുതൽ സർവൈവ് അതിനകത്ത് സമയം അതിൻ്റെ ഗുണമുള്ള സാധനം കിട്ടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണമുള്ള സാധനം ഫുഡാണ്. നേരെ മറ്റേ വില്ലേജിലേക്ക് പോയല്ലോ. കോർഡിനേറ്റ് എത്രയായിരുന്നു? ശരിയാണ്, ഞാൻ കോർഡിനേറ്റ് എഴുതിയിട്ടില്ല പറഞ്ഞു. ഇതെന്തിനാ പറയുന്നത്? എനിക്ക് തോന്നുന്നു 0 നിങ്ങളിപ്പോൾ അഞ്ചിരുത്ത് റെസ്റ്റോറൻ്റ് ആക്കിയിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ടാക്കിയിട്ട് ആക്കിയിട്ട് പോയിട്ട് ആ വർക്കുണ്ടായിരുന്നില്ല. ഫുൾ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ എനിക്ക് അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. വാട്ടർ ബക്കറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് പാപ്പർ ഉണ്ടുള്ളതുകൊണ്ട് കോള് എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് ഇപ്പോൾ എന്നിട്ട് ഹൗസ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാറില്ല.
ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂട്ടുകാരൻ എഴുതിയിട്ടിരുന്നു എന്തോന്ന് കമൻറ്റിൽ കൊണ്ടുള്ള ആവയൊക്കെ ഉപ്പിയാനൊക്കെ പറ്റുന്ന എൻ്റെ അകത്ത് വായിട്ടാ ഇത് വന്നാണെങ്കിലും മൈൻക്രാഫ്റ്റ് 0 എന്നൊക്കെയാണ് എടുക്കുന്നത് കൊണ്ട് ഡേറ്റ് നമ്മളെപ്പോഴും മൈൻക്രാഫ്റ്റിൽ നോക്കേണ്ടത് ഒരെണ്ണം കൂടെ കാണിക്കുന്ന ഡിജിറ്റും കൂടെ പ്ലസ് ചെയ്തിട്ടാണ് നോക്കാം. ഒറ്റ ഒരു അയൻപീസ് ഉണ്ട്, ഒരു അയണിൻ്റെ ഒരു നക്കത്തിട്ടില്ലെങ്കിൽ ഒറ്റ ഞാൻ വേറെ കൂടുതൽ അതാണ് മറ്റേ വലിയ കേവിൽ ഇപ്പോൾ കിട്ടും. ഈവനിങ് പോകുന്നത് ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇപ്പം ഞാൻ ഈ കുഴി കുട്ടി അകത്ത് നിന്നാലേ പോലെ എനിക്ക് സർവ് ചെയ്യും. അത് മാത്രമേ ഒന്നും ഇല്ലല്ലേ. നല്ല സ്പീഡൊന്നും ഹാക്കാറിയാം. നമ്മൾ ഇങ്ങനെയല്ല, ഇങ്ങനെ സ്പാം ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് ബ്ലോക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ കൂൾ ഡൗൺ ഉണ്ട്. ഒരു ബ്ലോക്ക് മൈൻ ചെയ്തിട്ട് ഒരു ബ്ലോക്ക് എന്തോന്നാണ് പറയുന്നത്, ആ ഒരു ബ്ലോക്ക് മൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ ആരോ ബ്ലോക്ക് മൈൻ ചെയ്യാൻ അത്ര ഉണ്ടെങ്കിൽ അതോട് ക്യാറ്റിങ്ങനെ വേറെ ഗ്ലോബറി വേറെ മാജിക് എടുക്കാം. വേണ്ട ഇവിടെ ഒരു ലൈനും കിട്ടുമോ? അതിൽ ലൈനുണ്ടോ? ഓക്കെ, ഞാൻ എൻ്റെ മനസ്സ് മാറ്റി ഞാൻ കയറാൻ പോകും. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്തരമുള്ളത്. ബൈ ബൈ. ഇവിടെ ഒരു ലൈനുണ്ടല്ലേ, അതും കൂടെ എടുക്കാം. എന്നിട്ട് നമുക്ക്
ഓക്കെ. ഓക്കെ. എന്തിനു നോക്കണം, സോംബീസ് ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ ബേസ്. സ്മെറ്റാക്കിയിട്ടുണ്ട്. എന്താണ് പേര്? ഹറാസ്മെന്റ് പറയുന്നത് കാണിക്കാൻ ഇതെത്ര എപ്പിസോഡ് പോകുമെന്ന് എനിക്കറിയില്ല. പോകാൻ ശ്രമിച്ചു. ഓക്കെ, ഓക്കെ ഗൈസ്, ബൈ. പറഞ്ഞ പോലെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ താങ്ക് യു. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വർഷം തന്നെ ഒരു
4K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയില്ലെങ്കിൽ ഓക്കെ ബൈ.